നമ്മുടെ B15 ബാച്ച്മാൻ. അതിനവസരം ഒരുക്കിത്തന്ന LTS ഡയറക്ടേഴ്സ് ഇർഫാദ് സർ, ഷെറിൻ സർ, അബ്ദു സർ എന്നിവരെ ഞാൻ ഈ സൺഡേ സ്പെഷ്യലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോട് കുറച്ചു നേരം സംവദിക്കാനെത്തിയ GHSS ഉദുമയിൽ സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലറായി പ്രവർത്തിക്കുന്ന രഞ്ജിഷ മാഡത്തെയും ഈ സൺഡേ സ്പെഷ്യലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ LTSലെ മറ്റു കോർഡിനേറ്റേഴ്സിനെയും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. വെൽക്കം മാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മള് ടോട്ടൽ എത്ര പേരാണ് ക്ലാസ്സിൽ പങ്കെടുക്കാറുള്ളത് സാധാരണയായിട്ട്? ടോട്ടല് ക്ലാസ്സില് സം ഡേയ്സ് 35 to 40 കുട്ടികൾ കൂടുതലുണ്ട്, പക്ഷെ പ്രോബബ്ലി അങ്ങനെ ഫുൾ ആവാറില്ല. ആണല്ലേ? എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് രഞ്ജിഷ. ഞാൻ GHS ഉദുമ സ്കൂളിലെ സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലറാണ്. നമ്മുടെ സ്കൂൾ കൗൺസിലർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾ എന്റെ കൂടെ 2 കുട്ടികളുണ്ട്. നമുക്കറിയാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് നൽകുകയാണ് കൗമാര സൈക്കോസോഷ്യൽ സ്കൂൾ കൗൺസിലറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അല്ലെ, കുട്ടികളാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരല്ലേ. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയായിട്ടാണ് നമ്മൾ ഇതിലൊട്ടുമിക്ക ആൾക്കാരും പാരന്റ്സ് ആണല്ലോ. അതെ മാം. യെസ് മാം. യെസ് മാം. പ്രിയപ്പെട്ട സ്റ്റുഡൻസ് ക്ഷമിക്കണം, എന്റെ മക്കൾ കൂടെയുള്ളതുകൊണ്ടാണ് ചെറിയൊരു സൗണ്ടിന്റെ പ്രശ്നം വരുന്നത്. നമുക്കറിയാലോ, കുട്ടികളെ നോക്കുക എന്ന് വലിയൊരു ടാസ്ക്കാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലെ, ഒരു പാരന്റ് ആവുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു ടാസ്ക്കാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഒരു പുരുഷനെയോ സ്ത്രീയോ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, എന്നാൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നല്ലേ, ഏറ്റവും കൂടുതൽ നമ്മൾ പാരന്റിങ് എന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീകളാണ്. അല്ലെ, നമുക്കറിയാം ഒരു കുട്ടിയുടെ വളർച്ച നമ്മൾ ജനിച്ച് വീഴുന്നത് മുതലല്ല, നമ്മൾ ഒരു പ്രഗ്നന്റ് ആയത് മുതലാണ് നമ്മുടെ ആ കുട്ടികൾക്ക് എത്രത്തോളം കെയറിങ് കൊടുക്കണം, എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ആലോചിച്ചു വരുന്നത്. അല്ലെ, നമ്മുടെ മക്കള് നമ്മളൊരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ സ്ത്രീയിലേക്ക് വളരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൗമാരപ്രായമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പ്രായം കഴിഞ്ഞ് വന്നവരാണ് നമ്മൾ എല്ലാ ആൾക്കാരും. പക്ഷെ കൗമാരപ്രായത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാരും അറിയാതെ പോകുന്ന ഒരു അവസ്ഥയിൽ എത്താറുണ്ട്. കാരണം നമ്മൾ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അതെങ്ങനെ ഏറ്റെടുക്കും എന്നൊരു ടെൻഷൻ മിക്ക ആളുകൾക്കും വരാറുണ്ട്. സ്വാഭാവികമാണ്. ഒരു കൗമാരപ്രായത്തിലോട് വളരുമ്പോൾ ഇപ്പൊ നമ്മുടെ അടുത്ത കാലത്ത് കൗമാരപ്രായം എന്ന് പറയുന്നത് ഒരു 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയായിരുന്നു. എന്നാൽ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് കൗമാരപ്രായം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിർവചന പ്രകാരം 10 വയസ്സ് മുതൽ 19 വയസ്സിലോട്ട് എത്തി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഏജിന്റെ ഡിഫറൻസ് വരാനുള്ള കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഹലോ, കേൾക്കുന്നില്ലേ? ചോദ്യം ഒന്നും കൂടെ. ഹലോ, കേൾക്കുന്നുണ്ടോ? ചോദ്യം ഒന്നും കൂടെ. നമ്മളൊക്കെ വളർന്നിരുന്ന കാലത്ത് കൗമാരക്കാലം എന്ന് പറയുന്നത് ഒരു 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിർവചന പ്രകാരം കൗമാരപ്രായം എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിനെയാണ് കൗമാര. ഹലോ, ഹലോ, കേൾക്കുന്നില്ലേ? റേഞ്ച് റേഞ്ച് കട്ടാവുന്നുണ്ടോ? അതെ, റേഞ്ച് കട്ടാവുന്നുണ്ട് മാം.
ഇല്ലല്ലേ? ഓക്കെ, നമ്മുടെ ഈ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കടന്നു വന്ന കാലഘട്ടം കഴിഞ്ഞ് നമ്മുടെ മക്കൾ വളരുന്ന കാലഘട്ടം, ഒരു 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെ. അതുവരെയാണ് കൗമാരം, അതുവരെ ഞങ്ങൾ കേട്ടുള്ളൂ. 19 വയസ്സ് വരെയാണ് ഇപ്പോഴത്തെ കൗമാരം എന്ന് പറഞ്ഞില്ലേ, അതുവരെ ഞങ്ങൾ കേട്ടുള്ളൂ. ബാലൻസ് ഒന്നും കേട്ടില്ല. അതെ, കേട്ടിട്ടില്ല അല്ലേ? ഓക്കെ. നമ്മുടെ നിർവചന WHO നിർവചന പ്രകാരമാണ് ഈ 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെ പറയുന്നത് കൗമാര കാലഘട്ടം. എന്തുകൊണ്ടായിരിക്കും കുട്ടികളെ ഈ ഒരു ഏജിന്റെ ഒരു ഡിഫറൻസ് വരാനുള്ള കാരണം? നമ്മൾ മുൻപ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിത ശൈലിയിലായിക്കോട്ടെ, നമ്മുടെ ഭക്ഷണ രീതിയിലായിക്കോട്ടെ, നമ്മുടെ കാലാവസ്ഥയുടെ കാര്യമായിക്കോട്ടെ, ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടില്ലേ? മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ടെക്നോളജി വർദ്ധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പക്വത നമ്മൾ 12 വയസ്സുള്ള കുട്ടികൾക്ക് 18 വയസ്സ് പണ്ടുള്ള കുട്ടികളെക്കാളും കൂടുതൽ പക്വത ഇപ്പൊ കുട്ടികളിലുണ്ട്. അതെ, കുറച്ചു നേരത്തൂടെ കുട്ടികൾ മെച്യൂർഡ് ആവുന്നുണ്ട്. മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നതിനേക്കാൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും കുട്ടികളുടെ ഒരുപാട് മാറ്റങ്ങൾ നമുക്കറിയാം. ഒരു കുട്ടി, നമ്മുടെ പെൺകുട്ടി എന്ന നിലയിൽ, ജെൻസും ഉണ്ടാവാം ലേഡീസും ഉണ്ടാവാം, നമ്മൾ മൊത്തത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കെയറിങ് കൊടുക്കുന്നത് നമ്മുടെ പെൺകുട്ടികൾക്കാണ്. നമ്മളിപ്പം നമ്മുടെ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അത് പ്രകാരം ആദ്യത്തെ പ്രസവത്തിന് 5000 രൂപയാണ്. ഇപ്പം സെക്കൻഡ് പ്രസവത്തിന് പെൺകുട്ടിയാണെങ്കിൽ 6000 രൂപ ഈ ഒരു പദ്ധതിയിൽ നൽകുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും പെൺകുട്ടികൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങുന്നത്? നമ്മുടെ തലമുറയുടെ നിലനിൽപ്പിന് വേണ്ടി. പെൺകുട്ടികൾ കുറവാണ് ഇപ്പൊ. അതായത് ഇവിടെ ഇപ്പൊ പെൺകുട്ടികൾ കമ്മിയാണ്, ആൺകുട്ടികൾ അധികമാണ്. പോപ്പുലേഷന്റെ കാര്യത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, കൂടുതലും സ്ത്രീകളുടെ എണ്ണത്തിനേക്കാളും കൂടുതൽ പുരുഷന്മാരാണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തിൽ വളരെ വ്യത്യാസമുണ്ട്. നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ കേരളത്തിൽ ഇപ്പോഴാണ് മാറ്റം വന്നു തുടങ്ങിയത്. മുൻപൊക്കെ പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് ഏറ്റവും ഭാരമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാലം മാറുന്നതിനനുസരിച്ച് ഇപ്പം പെൺകുട്ടികൾ എന്ന് പറയുന്ന ഒരു കുടുംബത്തിന് സമ്പത്ത് തന്നെയാണ്. നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കുക എന്ന് പറയുന്ന ഒരു കുടുംബത്തിന് ഏറ്റവും ഭാരം ഉള്ള ഒരു സമയമായിരുന്നു. കുറച്ച് നേരത്തെ നമ്മുടെ ശൈശവ വിവാഹത്തെ പറ്റി കേട്ടിട്ടില്ലേ? അതെ, നമ്മുടെ ചൈൽഡ് മാരേജ് നമ്മൾ 18 വയസ്സിന് മുന്നേ വിവാഹം കഴിക്കുന്ന ഒരുപാട് ആൾക്കാർ. ഒരു പക്ഷെ നിങ്ങളുടെ ഈ കൂട്ടത്തിൽ തന്നെ 18 വയസ്സിന് മുന്നേ വിവാഹിതരായ ആൾക്കാരുണ്ടാവാം. നമ്മുടെ ഒരു 18 വയസ്സിൽ എന്തുകൊണ്ടാണ് 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്? അതെ, നമ്മുടെ ഒരു മെച്യൂരിറ്റിയിലേക്ക് വളരുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ ശാരീരിക വളർച്ച. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗർഭപാത്രത്തിന്റെ വളർച്ച, യോനിയുടെ വളർച്ച, ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ഒരു വളർച്ച ഉണ്ടാകുന്ന പ്രായം ഒരു 18 വയസ്സിന് ശേഷമാണ്. എന്നാൽ നമ്മുടെ നിയമം മാറാൻ പോവുകയാണ്. നമ്മുടെ 18 വയസ്സ് എന്നുള്ളത് പെൺകുട്ടികളുടേത് 21 വയസ്സിലോട്ടും ആൺകുട്ടികളുടേത് 23 വയസ്സിലോട്ടും നിയമം മാറാൻ പോവുകയാണ്. നമ്മള് അറിയാം എന്തുകൊണ്ടായി. 18 വയസ്സാകുമ്പോൾ തന്നെ ഒരു കുട്ടിയുടെ ശാരീരിക വളർച്ച പൂർണ്ണമായി എത്തുന്നില്ല. നമ്മളൊരു പ്രഗ്നന്റ് ആയി മാറുമ്പോൾ, നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് അനുഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വിവാഹം കഴിച്ചൊരു വീട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, വിവാഹം കഴിഞ്ഞ് നമ്മൾ ഉണ്ടായ സ്ഥലങ്ങളിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ നമ്മൾ ആഗ്രഹിച്ചൊരു ജീവിതമായിരിക്കണം എന്നില്ല നമുക്ക് ലഭിക്കുന്നത്. എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയാണെന്നല്ല. നമ്മൾ എപ്പോഴും പറയുന്നത് കുട്ടികൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം, വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു ജോലി നേടി വേണം നമ്മളൊരു വിവാഹിതനെ. ഇപ്പൊ നിങ്ങളൊക്കെ പഠിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന അവസ്ഥകൾ നമുക്കറിയാം. ആ പാതി വഴിയിൽ ഉപേക്ഷിച്ച് നമുക്ക് ഇപ്പൊ ഒരു അവസരം കിട്ടുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് വീണ്ടും പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത് എന്തുകൊണ്ടാ? മെച്യൂർ ആയിട്ടുണ്ട് ബുദ്ധി. കേൾക്കാവോ? ഹലോ മാം, ഇനി ഒരു പ്രാവശ്യം കൂടി പറയൂ മാം. നമുക്കറിയാം നമ്മുടെ പല ആൾക്കാരും പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന അവസ്ഥയിലായിരിക്കും ഇപ്പൊ വീണ്ടും പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഈ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടുന്നതാണ്. ഈ അവസരം നമുക്ക് അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു നിലയിൽ, ഇപ്പോൾ നിലയിലെത്തിയ ആൾക്കാരുണ്ടാവും, നല്ല നിലയിലെത്തിയ ആൾക്കാർ, നല്ല ജോലി കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ പോലും പഠനം
സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരു അവസരം അന്ന് നമ്മൾ പഠിക്കേണ്ട കാലത്ത് ലഭിച്ചിരുന്നെങ്കിൽ ഉണ്ടാവുന്ന മാറ്റം ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മള് പറയുന്നുണ്ട്, നമ്മൾ പാരന്റിങ്ങിനെ കുറിച്ച് പറയണം എന്ന് പറയുന്നത്. പാരന്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം കുട്ടികളോട് നമ്മൾ എന്താ കാര്യം പറയുന്നത്? പഠിക്കണം. അതെ, പ്രോത്സാഹിപ്പിച്ച് മിടുക്കരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെ? കുട്ടികൾക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഒരു ലക്ഷ്യമുണ്ടാവും, സ്വപ്നം ഉണ്ടാവും. നമ്മളൊരിക്കലും കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളിലേക്കായിരിക്കും അവരുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളൊക്കെ നിലനിൽക്കും. നമ്മൾ അത് ആദ്യം കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം. അതിന് പലപ്പോഴും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സമയമില്ലാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. കാരണം നമുക്ക് എല്ലാ ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആകുന്ന ആൾക്കാരാണ്. അല്ല, ഇല്ലാത്തവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ സ്മാർട്ട് ഫോൺ വന്നത് മാത്രമല്ല, നമ്മുടെ കൊറോണ, അല്ലെ? എല്ലാവരും ലോക്ക്ഡൌണിലോട്ട് മാറിയതോടുകൂടി മിക്ക ആൾക്കാരും ഫോണിലോട്ട് തന്നെ എത്തിച്ചേർന്ന ഒരവസ്ഥയാണല്ലേ. നമ്മുടെ കുട്ടികളും 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടി വന്ന ഒരവസ്ഥയാണ്. അന്ന് മുതലാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ വന്നു തുടങ്ങിയത്. ഓൺലൈൻ ക്ലാസ്സുകൾ വന്നതോടുകൂടിയാണ് കുട്ടികൾ, ഇപ്പൊ നമ്മുടെ എക്സാമിന്റെ സമയം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് കേട്ട കാര്യങ്ങളായിരിക്കില്ല കൃത്യമായിട്ട് അവർ പഠിക്കുന്നത്. അവർ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുന്ന കുട്ടികൾ വളരെ ചുരുക്കമാണ്. നമ്മുടെ എക്സാം സമയത്ത്, നമ്മുടെ കുട്ടികൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇവൻ നമ്മുടെ 10th എക്സാം കഴിഞ്ഞു, അതിൽ എത്ര പേര് മലയാളം എഴുതാനും വായിക്കാനും പഠിച്ച എത്ര പേരാണ് ജയിച്ചതെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്? ഉണ്ടാവില്ല. കാരണം ഇന്ന് ഒട്ടുമിക്ക കുട്ടികളും ജയിച്ചു പോകുന്നു. നമുക്കറിയാം, നമ്മളെ എല്ലാ മക്കളും ജയിക്കണം എന്നായിരിക്കും ഏത് പാരന്റിനും ആഗ്രഹമില്ലേ? മറ്റുള്ള ആൾക്കാരെ മുന്നിൽ നമ്മുടെ മക്കള് കുറയാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് നേട്ടങ്ങളൊന്നുമില്ല എന്ന് പറയാൻ ഒരു രക്ഷിതാക്കളും ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ മക്കൾ പഠിച്ചു തുടങ്ങേണ്ടത് ചെറിയ പ്രായം മുതലാണ്. നമ്മൾ സംസാരിച്ചു തുടങ്ങണം, നമ്മുടെ ശീലങ്ങൾ പഠിച്ചു തുടങ്ങണം. ഇതൊക്കെ നമ്മൾ എവിടുന്ന് പഠിച്ചു തുടങ്ങും? കുടുംബത്തിൽ നിന്നാണോ? വീട്ടിൽ നിന്ന്. നമ്മളെ വീട്ടിൽ നിന്നും തുടങ്ങുന്നതിന് മുൻപായി നമ്മൾ പറയാറുണ്ട്, കുട്ടികൾ വീട്ടിൽ നിന്ന് പഠിച്ചു തുടങ്ങണം. കൂടുമ്പോൾ ഇമ്പമുള്ളവരാണോ കുടുംബം എന്ന് പറയുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് കുട്ടികളെ നോക്കാം. കുട്ടികൾ കുറച്ചും കൂടി സാമൂഹികപരമായിട്ട് ഇടപെടാൻ തുടങ്ങുമ്പോഴാണ് കുട്ടികൾ കൃത്യമായിട്ടുള്ള ശീലങ്ങളും കൃത്യമായിട്ട് സംസാരിക്കാൻ പഠിക്കുന്നത്. നമ്മൾ കുട്ടികളെ, നമുക്കറിയാം, ഒരു 3 വയസ്സ് വരെ നമ്മൾ കുട്ടികളെ കൃത്യമായിട്ട് എത്രയും കെയർ ചെയ്യേണ്ട ഒരു സമയമാണ് ഒരു 3 വയസ്സ് വരെ എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് ഒരാൾക്ക് മാത്രം കെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അത്? അല്ല. നമ്മുടെ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് ഒക്കെയുള്ള സപ്പോർട്ട് കൂടി നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നന്നായിട്ട് കെയർ, നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല, എന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കെയർ ചെയ്യുന്ന സമയത്ത്. നമ്മുടെ കുറെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വേണം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെലവഴിക്കുന്ന സമയം, അതായത് നമ്മുടെ ഒരു 3 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുട്ടികളെ, ഇപ്പൊ മിക്ക ആൾക്കാരും പറയാം എന്റെ കുട്ടി സംസാരിക്കുന്നില്ല, എന്റെ കുട്ടി കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. നമ്മൾ കുട്ടികളെ ഒരു 3 വയസ്സിന് ശേഷം അംഗനവാടികളിൽ അല്ലെങ്കിൽ പ്രീ സ്കൂളിലോട്ട് വിടാനുള്ള സമയം, വിടാനുള്ള സന്ദർഭം, വിടാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. പല രക്ഷിതാക്കളും ഈ ഒരു സാഹചര്യം ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? എന്റെ മക്കൾ അല്ലെങ്കിൽ എന്റെ മോള്, എന്റെ മോൻ എന്നിൽ നിന്ന് മാറി പോകുമോ എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു പേടി എല്ലാ രക്ഷിതാക്കളുടെ മനസ്സിലും ഉണ്ടാവും. നമുക്ക് ഇഷ്ടം പോലെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നതാണ്. നമുക്ക് ഉള്ളിന്റെ ഉള്ളിലൊരു പ്രശ്നമുണ്ട്, എന്റെ മകൾ അല്ലെങ്കിൽ എന്റെ മകൻ എന്റെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ എല്ലാ രക്ഷിതാക്കളുടെ മനസ്സിലും ഉണ്ടാകുന്ന കാര്യം. പക്ഷെ നമ്മുടെ കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങി, പരസ്പരം സംസാരിക്കാൻ തുടങ്ങി, നല്ല നല്ല ശീലങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവര് കുറച്ചും കൂടി ലോകം കണ്ടു തുടങ്ങുമല്ല, 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുമ്പോൾ അവർ കുറെ കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട്, അല്ലെ? ആൾക്കാരെ തിരിച്ചറിയാൻ, ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ കാണാതിരിക്കാൻ, ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുമ്പോൾ കുട്ടികൾ മിക്കവാറും ഫോണിലോട്ടായിരിക്കും അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ നീങ്ങുന്നത്. നമ്മുടെ ഈ കുട്ടികൾ ഫോണിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കുട്ടികളെ കുറ്റം പറയും. നമ്മുടെ രക്ഷിതാക്കൾ എന്താണ് ചെയ്യുന്നത് എന്ന് കൂടി ആലോചിക്കണം. നമുക്കൊരു ഫ്രീ ടൈം കിട്ടുന്നു, കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യുന്നു, നമുക്കൊരു ഫ്രീ ടൈം കിട്ടും. നമ്മുടെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ മിക്കവാറും എല്ലാ ആൾക്കാരും എന്ത് ചെയ്യും? ഫോൺ എടുക്കും. ഒന്നുകിൽ വാട്സപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് ആയിരിക്കാം, ഇൻസ്റ്റഗ്രാം ആയിരിക്കാം, ഇങ്ങനെ നിരവധി ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നു. അതിൽ ഏതെങ്കിലും ഒക്കെ നമ്മുടെ എൻഗേജ്ഡ് ആയിരിക്കും. പലപ്പോഴും നമ്മൾ കുട്ടികളോട് സംസാരിക്കാനുള്ള ഒരു സമയം നമ്മൾ
മിസ് ചെയ്യുകയാണ്. സംസാരിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന സമയം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും കൂടിച്ചേർന്നിരുന്ന് കഴിക്കണം എന്ന് പറയുന്നു. നമ്മളെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി മാറി നമ്മൾ അണുകുടുംബത്തിലേക്ക് മാറിയ ആൾക്കാരായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും. ഈ കൂട്ടുകുടുംബവും അണുകുടുംബവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കൂട്ടുകുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്. നമ്മുടെ ഫ്രീ ടൈം എന്ന ഒരു നേരമില്ല. നമുക്ക് എല്ലാ സമയത്തും എൻഗേജ്, എല്ലാ കാര്യത്തിലും ഒരു കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട് എന്നൊരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നു. അണുകുടുംബത്തിലോട്ട് മാറുമ്പോൾ എല്ലാവരും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അവരവരുടെ ആക്ടിവിറ്റീസ് കഴിഞ്ഞ് അവർക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ മിക്ക ആൾക്കാരും എൻഗേജ്ഡ് ആവുന്നത് എന്ന് പറയുന്നത് ഫോണിലോട്ട് തന്നെയാണ്. നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾ അതുപോലെ യൂട്യൂബോ അല്ലെങ്കിൽ വിവിധ സൈറ്റുകൾ കയറുകയോ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും കുട്ടികൾ ഏതൊക്കെ ആപ്പ് ഉപയോഗിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ശ്രദ്ധിക്കാൻ ഇപ്പോഴുള്ള പേരന്റിങ്ങൾക്ക് സമയമില്ല. അതെ, പേരൻസിന് സമയം കിട്ടുന്നില്ല അല്ലെ. നമ്മള് കുട്ടികൾ ഫ്രീ ഉള്ള സമയത്ത് കുട്ടികൾ മൊബൈലോട്ട് മാറുന്നു, രക്ഷിതാക്കൾ ഫ്രീ ഉള്ള സമയത്ത് രക്ഷിതാക്കളുടെ ഇതുമാതിരി ഫോണിലോട്ട് മാറുന്നു. നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി, പരസ്പരം സംസാരിക്കാൻ വേണ്ടി ഒരു സമയം കിട്ടാതെ പോകുന്നതാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ വളർന്നു വരുന്നത്. നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പറയുന്നതല്ലേ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണ്ട എന്നതുകൊണ്ടാണ് നമ്മൾ സംസാരിച്ച് ഭക്ഷണം കഴിക്കേണ്ട, ആസ്വദിച്ച് കഴിക്കണം എന്ന് പറയുന്നത്. ആസ്വദിച്ച് കഴിക്കുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാ? ഒട്ടുമിക്ക വീടുകളിലും കാണുന്ന കാഴ്ച എന്താ? ഫോണ് കയ്യിൽ അല്ലെ, കുഞ്ഞുമക്കൾക്ക് ഫോണ് കയ്യിൽ കൊടുക്കും, അതെ അതെ, നമ്മള് കുഞ്ഞുമക്കൾക്ക് നന്നായിട്ട് ചോറ് ഇങ്ങനെ വാരി കൊടുക്കും. അവര് നന്നായിട്ട് അത് കഴിക്കുന്നുണ്ടോ? നമ്മളോ എന്റെ മകള് അല്ലെ എന്റെ മോൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ. നമ്മള് കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മള് കുട്ടി മൊബൈൽ നോക്കുമ്പോ അവരുടെ ശ്രദ്ധ മുഴുവൻ മൊബൈലിലോട്ടാണ്. ഭക്ഷണം എന്ത് രുചിയാണ് അവർ കഴിക്കുന്നത്, അല്ലെങ്കിൽ അവർ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നവര് ശ്രദ്ധയിലേക്ക് എത്തുന്നില്ല. നമ്മുടെ നമുക്കറിയാം, നാവെന്തിനാ? രുചി അറിയാൻ. പല രുചികളും അവർ ആസ്വദിക്കാതെ കഴിച്ച് ഇതില് ആസ്വാദനം മുഴുവൻ നമ്മുടെ മൊബൈലിലോട്ട് മാറുന്നു. അപ്പൊ നമുക്ക് ഈ രുചി അറിയാൻ പറ്റുന്നില്ല. രുചി എന്താണെന്ന് അറിയുമ്പോൾ നമ്മുടെ തലച്ചോറിലോട്ട് കൃത്യമായിട്ട് നമ്മുടെ രുചി എത്തുന്നില്ല അല്ലെ. പക്ഷെ കുട്ടികൾ ഇപ്പൊ നമ്മുടെ കുറച്ചും കൂടി മുതിർന്ന കുട്ടികളായിക്കോട്ടെ, മുതിർന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഫുഡ്, ഏറ്റവും കൂടുതൽ ഇപ്പം എല്ലാ ആൾക്കാരും കഴിക്കുന്ന നമ്മുടെ ഫാസ്റ്റ് ഫുഡ്. വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനേക്കാളും കുട്ടികൾക്ക് ഇഷ്ടം ഫാസ്റ്റ് ഫുഡിനോടാണ്. ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും കൂടി ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഏറ്റവും ഡൗൺ ആക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ശരീരത്തിനുപരി മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യം. നമ്മുടെ മനസ്സിനൊരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ഒരു മനസ്സിനൊരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടി അതെവിടെ ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട്, മനസ്സിനുണ്ടാകുന്ന വേദന എവിടെ അവര് തീർക്കും? നമ്മുടെ പാരന്റ്സിനോട് സംസാരിക്കാൻ അവസരം അവർക്ക് കിട്ടുന്നില്ല. നമ്മൾ നേരത്തെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത്. കാരണം ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് പോലും പല ആൾക്കാരും മൊബൈലിലൂടെയാണ് സംസാരിക്കുന്നത്. നേരിട്ട് സംസാരിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. ഇപ്പോൾ സ്കൂളിലായിക്കോട്ടെ, സ്കൂൾ ഇന്റർവെൽ സമയങ്ങളിൽ മാത്രമാണ് കുറച്ചു നേരം അവർ ഫ്രീ ആയിട്ട് പോകുന്നത്. ആ സമയങ്ങളിൽ കിട്ടാത്ത നമ്മൾ സംസാരിക്കുന്നത്, ഈ നേരത്തെ പറഞ്ഞതുമാതിരി സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം വളരെ ചെറിയൊരു കാര്യമല്ല. ഒരുപാട് എന്താ പറയാ, അതിന് പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. നെഗറ്റീവ് മാത്രമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മുടെ കുട്ടികള് നമ്മുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ ഒരു ഇടം കിട്ടിക്കഴിഞ്ഞാൽ അവര് മെല്ലെ മെല്ലെ അതിലേക്ക് ഒതുങ്ങി പോകുന്ന അവസ്ഥയുണ്ട്. നമ്മുടെ വീടുകളിൽ നമുക്ക് കുട്ടികൾ, നമ്മുടെ പാരന്റ്സിന് നമ്മുടെ ഒരു കുട്ടിയുടെ ഒരു നെഗറ്റീവ് കാര്യം കിട്ടിക്കഴിഞ്ഞാൽ, പോസിറ്റീവ് കിട്ടിയാൽ നമ്മൾക്ക് ഏറ്റവും സന്തോഷമുണ്ട്. പക്ഷെ കുട്ടിയെ സംബന്ധിച്ചുള്ള ഒരു നെഗറ്റീവ് കാര്യം നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ചെറുതല്ല. നമുക്ക് എന്നല്ല, കുട്ടിക്കും അതേ ബുദ്ധിമുട്ട് ചെറുതല്ല അല്ലെ. നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ചിന്തിക്കും, നമ്മളത് നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം രക്ഷിതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ഉമ്മ ഉപ്പ അതെങ്ങനെ സ്വീകരിക്കും, എന്നെ അവരെങ്ങനെ തിരിച്ചെടുക്കുമോ എന്നൊക്കെയുള്ള ഭയങ്ങൾ കുട്ടികളുടെ മനസ്സിലുണ്ട്. നമ്മുടെ ഇന്നത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചു വരുന്ന നമ്മുടെ ഇപ്പൊ നിലവിലുള്ള നമ്മുടെ പോക്സോ കേസിലും
നിരവധി പോക്സോ കേസുകളാണ് പത്രത്തിലും സോഷ്യൽ മീഡിയകളൊക്കെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ലൈംഗിക അതിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇപ്പോൾ കുട്ടികളുടെ ഭാഗത്താണ്. കുട്ടികളുടെ ഭാഗത്ത് കുട്ടികളുടെ സൈഡിൽ നിന്ന് പോലും കുട്ടികളെ ബാധിക്കാറുണ്ട്. കുട്ടികളുടെ സൈഡിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ റിലേറ്റീവ്സിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റീന്റെ ഭാഗത്തുനിന്നോ അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ പല ആൾക്കാരും ഇത് പറയാൻ മടിക്കാറുണ്ട്. അല്ലെങ്കിൽ അത് രക്ഷിതാക്കളോടായിക്കോട്ടെ, ടീച്ചേഴ്സിനോടായിക്കോട്ടെ, ആരോട് നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ പറയാൻ നേരത്തെ ഒരാൾ പറഞ്ഞിരുന്നത് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത്. പക്ഷെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അത് പറയാൻ ഏറ്റവും കൂടുതൽ അവർ സ്പേസ് കണ്ടെത്തുന്നത് അവരുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മളായിട്ട് സ്വീകരിക്കുന്നത്. എനിക്ക് ഞാനായിട്ട് ജീവിക്കാൻ എവിടെയാണോ പറ്റുന്നത് ആ സ്ഥലമാണ് അവരെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് നമ്മളായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു കുടുംബത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ കുറെ കർത്തവ്യങ്ങളുണ്ട്, നമ്മുടെ കുറെ രീതികളുണ്ട്. അതൊക്കെ ഫോളോ ചെയ്ത് വരണം. ചിലപ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളായിരിക്കില്ല ഫോളോ ചെയ്യേണ്ടി വരുന്നത്. പലപ്പോഴും അത് മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കും. ഇത്തരം മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുമ്പോൾ രക്ഷിതാക്കൾക്കും പറയാനൊരിടം ഇല്ലാത്ത അവസ്ഥയിലാണ് പല ആൾക്കാരും ജീവിച്ചു പോകുന്നത്. നമ്മളെപ്പോഴും അമ്മമാരോട്, സ്ത്രീകളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുന്നത് അമ്മമാരോട്. പുരുഷന്മാരായിക്കോട്ടെ, അമ്മമാരായിരിക്കും ഏറ്റവും കൂടുതൽ കെയറിങ്ങും സപ്പോർട്ടും സ്നേഹവും കരുതലും ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ അച്ഛന്മാർ സ്നേഹിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. അച്ഛന്മാരെ സ്നേഹിക്കുന്നതും അച്ഛന്മാർ കെയർ ചെയ്യുന്നതും അച്ഛന്മാരെ സന്തോഷിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലേ? ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ സ്ത്രീയും പുരുഷനും ഈക്വൽ ആവണം എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു വ്യത്യാസമുണ്ട്. നമ്മളെ ഫിസിക്കലി കണ്ടീഷൻ ആണെങ്കിൽ പോലും, നമ്മുടെ ശാരീരിക മാനസിക കണ്ടീഷൻ ആണെങ്കിൽ പോലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളിലും അവര് ഈക്വൽ ആയിരിക്കണം. നമ്മുടെ ജെൻഡർ ഈക്വാലിറ്റിനെ പറ്റി എപ്പോഴും സംസാരിക്കാറില്ലേ? അല്ല, പുരുഷൻ മാത്രം ഉയർന്നവരെന്ന് നമ്മൾ പറയാറുണ്ട്. സ്ത്രീകൾക്ക് എന്താ അവിടെ എത്താൻ പറ്റാത്തത് എന്ന കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് എല്ലാവരും ഈക്വൽ ആയിട്ടല്ലേ നമ്മുടെ എല്ലാ മേഖലകളിലും സ്ത്രീകളും കൂടി എത്തിച്ചേരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഈ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈലിന്റെ ഉപയോഗം പരമാവധി മാറ്റിവെക്കാൻ നമ്മൾ എപ്പോഴാണോ ശ്രമിക്കുന്നത്, പാരന്റ്സ് എപ്പോഴാണോ ശ്രമിക്കുന്നത്, അന്ന് മുതൽ കുട്ടികളും പഠിച്ചു തുടങ്ങും. ചെറുതായിട്ട് നമ്മൾ ഫോൺ മാറ്റി വെച്ച് നമ്മുടെ വിശേഷങ്ങൾ രക്ഷിതാക്കൾ ആദ്യം ഷെയർ ചെയ്ത് തുടങ്ങുക. മിക്ക കുട്ടികളും ആഗ്രഹിക്കുന്നത് നമ്മുടെ പാരന്റ്സ് എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്നതാണ് എല്ലാ മക്കളുടെ ആഗ്രഹം. പലപ്പോഴും നമ്മുടെ കുട്ടികളെ നമ്മളിങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം പല രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ആ ഒരു കുടുംബത്തിലെത്തുമ്പോൾ ഒരു അറ്റാച്ച്മെന്റ് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്താറുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രക്ഷിതാവെന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികളെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി, നിർബന്ധിച്ച ശീലങ്ങൾ പഠിപ്പിക്കാൻ പറ്റും ഒരാൾ. നീ അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേത് ചെയ്യണം, പിറ്റേത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിർബന്ധിക്കാറില്ല കുട്ടികളെ? ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ല. ഇപ്പോഴത്തെ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ അതാണ്. നമ്മുടെ കാലം മാറുന്നതിനനുസരിച്ച് ആളുകൾ മാറുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ട്രെൻഡിനൊപ്പം പോകുന്ന കുട്ടികളാണ് ഇന്ന് ഒട്ടുമിക്ക കുട്ടികൾ, അല്ലെ? രക്ഷിതാക്കളും അല്ല എന്നല്ല, രക്ഷിതാക്കളും ട്രെൻഡിനൊപ്പം പോകുന്ന ആൾക്കാർ തന്നെയാണ്. ട്രെൻഡിനൊപ്പം പോകുന്ന ആൾക്കാരാണല്ലേ? നമ്മൾ അതെ, കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണമെന്ന് പറയുന്നത് പോലെ നമ്മളും കുറച്ച് മാറി നമ്മുടെ കുട്ടികളോട് അടുക്കണമെങ്കിൽ നമ്മളും കുറച്ച് ട്രെൻഡിനോടൊപ്പം പോകേണ്ട ആൾക്കാർ തന്നെയാണ്, അല്ലെ? കുട്ടികൾ കുറുമ്പ് കാണിച്ച് നമ്മൾ എന്ത് ചെയ്യും? അവരെ ഒന്നെങ്കിൽ ചീത്ത പറയും, വഴക്ക് പറയും, തല്ലും പിടിക്കും, കുറ്റം പറയും. അതൊന്നും കുട്ടികളെ നമ്മൾ അങ്ങനെ ചെയ്യുന്ന അത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ആ കുറച്ചു നേരത്തേക്ക് മാത്രമേ ഇങ്ങനെയുള്ള കുസൃതികളും കുറുമ്പുകളും ഒക്കെ മാറ്റിവെക്കും. കുറച്ചു കഴിഞ്ഞാൽ അവരത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഈ നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, സ്റ്റോപ്പ്. അതായത് നമ്മൾ നിർത്തി, ഈ കുരുത്തക്കേട് നിർത്തി അല്ലെങ്കിൽ കുസൃതി നിർത്ത് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി കുട്ടികളെ ആ ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്യണം.
നമ്മൾ വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക്, അതായത് ശ്രദ്ധ തിരിക്കാൻ പറ്റിയ, അതായത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് കുട്ടികളെ മാറ്റിയെടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമ്മൾ അവരെ ചീത്ത പറയുക, അല്ലെങ്കിൽ തല്ലുക, വേദനിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ബാലാവകാശ കമ്മീഷൻ നമ്മുടെ കുട്ടികളുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പൊ കുട്ടികളെ തല്ലാൻ പാടില്ല എന്ന് പറയുന്നു. പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു കുട്ടിയല്ല, നമ്മളെ തന്നെ, നമുക്ക് അധ്യാപകരെ കാണുമ്പോൾ അവരോടൊരു റെസ്പെക്ട് ഉണ്ടാവാറുണ്ട്. അവരടുത്തേ പോകുമ്പോൾ നമുക്ക് ഒരു ചെറിയ പേടി ഉണ്ടാവാറുണ്ട്, സ്നേഹം ഉണ്ടാവാറുണ്ട്, അല്ലെ? പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അധ്യാപകരും തല്ലിയാല് പിറ്റേ ദിവസം അത് കേസാവും, അല്ലെ? കുട്ടികളെ തല്ലാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, നിന്നാൻ പാടില്ല, തിരിച്ചാൻ പാടില്ല. ഇതേ കാര്യങ്ങളാണ് രക്ഷിതാക്കളുടെ അടുത്ത് എത്തുമ്പോഴും. നമ്മൾ തല്ലാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. കുട്ടികൾക്ക് ഇതിനെപ്പറ്റി കുറെ അറിവുകളുണ്ട്. കാരണം എന്നെ തല്ലിയാൽ അത് കുറ്റമാവുന്ന കുട്ടികൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇപ്പം പ്രതികരിച്ചു തുടങ്ങുന്നു. തല്ലുമ്പം എന്നെ തല്ലണ്ട, പണ്ട് പറയുന്നത് എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല എന്ന് പറയുന്നത് പോലെയാണ് ഇന്നത്തെ കൊച്ചുമക്കൾ സംസാരിച്ചു തുടങ്ങുന്നത്. അങ്ങനെ നമ്മള് അത്തരം കാര്യങ്ങൾ, തല്ലാനോ ചീത്ത പറയാനോ വഴക്ക് പറയാനോ ഉള്ള അവസരങ്ങളിൽ നിന്ന് മാറി കുട്ടികളെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മളെ ഫ്രീ ടൈം കിട്ടുമ്പോൾ മൊബൈലിലോട്ട് മാറുന്നതിന് പകരം നമുക്ക് അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഈ മൊബൈലിലുപരി അവർക്ക് കുറെ കഴിവുകൾ ഉണ്ടാവും, പുറത്തെടുക്കാത്ത കുറെ കഴിവുകൾ ഉണ്ടാവും, നമ്മൾ പോലും അറിയാത്ത ഒരുപാട് കഴിവുകൾ ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കഴിവെങ്കിലും ഇല്ലാത്ത ഒരാൾ പോലും ജീവിച്ചിരിക്കില്ല. ഏതെങ്കിലും തരത്തിൽ അവർ കഴിവുണ്ടാവും. പക്ഷെ അത് പുറത്തെടുക്കാനുള്ള മടി, അല്ലെങ്കിൽ പുറത്തെടുക്കാൻ അവസരം കിട്ടാതെ പോകുന്നതാണ് പല ആളുകൾക്കും. നമ്മൾ രക്ഷിതാക്കളാണ് അത് അവരിൽ നിന്നും കവർന്നെടുക്കുക എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു രീതി പറയാം. നമ്മൾ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്താൻ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സമയം അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കണം. നിങ്ങളും ഇതേപോലെ സോഷ്യൽ മീഡിയയിലേക്കോ അല്ലെങ്കിൽ ഫോണിലേക്കോ അഡിക്റ്റായി മാറാതെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ പരമാവധി ശ്രമിക്കുക. കഴിവുകൾ കണ്ടെത്തി അവർക്ക് ആ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. പണ്ട് നമ്മൾ പറയും ഏറ്റവും കൂടുതൽ ഇങ്ങനെ കെയറിങ് കൊടുത്ത്, സ്നേഹം കൊടുത്ത് കുട്ടികളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടുക എന്നൊക്കെ പറയാറില്ലേ, അത്തരം സ്നേഹം കൊടുക്കുന്നത് ഒരുപക്ഷെ കുട്ടികളെ മാനസികമായിട്ട് ബാധിക്കാറുണ്ട്. അതും നമ്മുടെ രക്ഷിതാക്കളെയും മാനസികമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ കാരണം ഒരു ദിവസം കുട്ടി മാറി നിന്നാല്, അല്ലെങ്കിൽ ഒരു ദിവസം കുട്ടി സ്കൂളിൽ പോയിട്ട് കുറച്ചു നേരം ലേറ്റ് ആയാല് നമ്മുടെ മനസ്സിന് എത്രത്തോളം വിഷമം ഉണ്ടാവും? വിഷമം ഉണ്ടാവണം, അല്ലെ? ഒരു കുട്ടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ സമ്പത്താണ്. നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് കെയറിങ് കൊടുക്കണം, പക്ഷെ ഓവർ കെയറിങ് എന്നത് പരമാവധി ഒഴിവാക്കിക്കൊണ്ട് കൊടുക്കണം. അതുപോലെ നമ്മുടെ ഇന്നിപ്പം ഒരു കുട്ടി എന്ന രീതി മാറി, നമുക്ക് പുതിയ ജനറേഷനിലൊക്കെ ഒരു കുട്ടി മതി എന്നുള്ള തീരുമാനത്തിലാണ്. നമുക്ക് ഒട്ടുമിക്ക ആളുകൾക്കും 2 3 അതിലധികമോ കുട്ടികൾ ഉണ്ടാവുന്ന ആൾക്കാരുണ്ടാവാം. നമ്മളെ ഈ കുട്ടികൾ തമ്മിലൊരു ഗ്യാപ്പ്, ആദ്യത്തെ കുട്ടി, നമ്മളൊരു വിവാഹത്തിന് ശേഷം നമുക്കൊരു കുട്ടി വരിക എന്ന് പറയുന്നത് നമ്മുടെ 2 പേരുടെ ഇടയിലേക്ക് ഒരു പുതിയൊരാൾ കടന്നു വരികയാണ്. അവിടെ നമ്മൾ 2 പേർ തമ്മിലുണ്ടായിരുന്ന ഒരു കണക്ഷനിൽ നിന്ന് മാറി അത് 3 പേരിലേക്ക് എത്തുന്നു. 3 പേരിലേക്ക് എത്തുമ്പോൾ നമ്മൾ 2 പേര് തമ്മിൽ പരസ്പരം കൈമാറിയ നിമിഷങ്ങൾ നമുക്ക് കുറഞ്ഞ് നമ്മൾ ഒരാളിലേക്ക് ഇത് ഡൈവേർട്ട് ചെയ്തു പോകുന്നു. അപ്പൊ നമ്മൾ ഒരാൾ കഴിഞ്ഞ് രണ്ടാമത്തെ ഒരാൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ആദ്യത്തെ ആൾക്ക് കൊടുക്കുന്ന കെയറിങ്ങും സ്നേഹവും. ജസ്റ്റ് ഒരു മിനിറ്റ് സർ. നമ്മളെ രണ്ടാമത്തെ കുട്ടി ഉണ്ടാവും എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദ്യ പ്രസവം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നോർമൽ ഡെലിവറി ആവാം, അല്ലെങ്കിൽ സിസേറിയൻ ആവാം. നമ്മളൊരു നോർമൽ ഡെലിവറി ഉണ്ടാവുന്ന ഒരു വ്യക്തിക്ക് രണ്ടാമത്തെ കുട്ടിക്ക് ഒരു 3 വയസ്സിന്റെയെങ്കിലും ഗ്യാപ്പ്
ഗ്യാപ്പ് വേണം എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയെ നമ്മൾ എങ്ങനെയൊക്കെ കെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഓവർ കെയറിങ് കൊടുക്കുന്നതിലുപരി നമുക്കറിയാം കുട്ടിയുടെ മുലയൂട്ടുന്ന കാര്യം, അതായത് കുട്ടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതല്ലായിക്കോട്ടെ, അവർ പരമാവധി അവരൊറ്റക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കുട്ടിക്ക് റെഡി ആവാം. അതുകൂടാതെ നമ്മൾ നിർബന്ധമായിട്ടും 6 മാസം വരെ കുട്ടിക്ക് മുലപ്പാല് നൽകണം എന്ന് പറഞ്ഞു. അത് 6 മാസത്തിനേക്കാളും 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ് നിർത്താതെ പറ്റുന്നത്ര നമ്മുടെ കുഞ്ഞിന് മുലപ്പാല് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ രണ്ടാമത്തെ കുട്ടിയാണ്, ഇപ്പൊ നോർമൽ ഡെലിവറി ആണെങ്കിൽ 3 വയസ്സിന് വന്നു, ഒരു സിസേറിയൻ ആണെങ്കിൽ ഒരു 5 വയസ്സ് എങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടുത്ത കുട്ടിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുട്ടിക്ക് കൊടുക്കുന്ന കെയറിലുപരി നമ്മുടെ ആ സ്ത്രീക്ക് ലഭിക്കുന്ന ഒരു ശാരീരിക സപ്പോർട്ട്. ഒരു സിസേറിയൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണ്. സിസേറിയൻ കഴിഞ്ഞ് നമ്മൾ ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട എന്ന് വിചാരിക്കും. പക്ഷെ സിസേറിയൻ കഴിയുമ്പം ആ ഒരു സിസേറിയന്റെ സമയത്ത് മാത്രമുള്ള ഒരു വേദനയില്ലായ്മ മാത്രമേ നമ്മൾ അനുഭവപ്പെടുന്നുള്ളൂ. പക്ഷെ സിസേറിയൻ കഴിഞ്ഞ് അനുഭവപ്പെടുന്ന വേദന ആ സ്ത്രീക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ. അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത കുട്ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്യാപ്പ് വെക്കുന്നത് ഈ 5 വയസ്സിൽ കൂടുതലാകുമ്പോൾ, നമ്മുടെ കുട്ടി ഒരു 5 വയസ്സൊക്കെ എത്തുമ്പോൾ നമ്മൾ എല്ലാ സ്നേഹവും, എല്ലാ ലാളനയും, എല്ലാ കെയറിങ്ങും നമ്മൾ ആ ഒരു ആളിലേക്ക് ഒതുങ്ങി പോകുന്നുണ്ട്. ആ ഒരാളിലേക്ക് ഒതുങ്ങി പോകുമ്പോൾ രണ്ടാമതൊരാൾ കൂടി കടന്നു വരുമ്പോൾ, നേരത്തെ 2 ആളുണ്ടായെടുത്ത് പുതിയൊരാൾ വരുമ്പോൾ ആ 2 പേര് തമ്മിലുള്ള കണക്ഷൻ വിട്ടുപോയി. ആ കണക്ഷൻ വിട്ടുപോയ ഇടത്തേക്ക് വീണ്ടും ഒരാൾ വരും. നമ്മൾ 4 പേരാകുമ്പോൾ വീണ്ടും ഒരാൾ കടന്നു വരുമ്പോൾ നമുക്ക് ഇവിടെ കണക്ഷൻ, നമ്മൾ രണ്ടാമത് നൽകിയ കണക്ഷൻ അവിടെയും ചെറിയൊരു ഒരു ഗ്യാപ്പ് നമ്മൾ വെക്കും അല്ലെ. നമ്മൾ കൂടുതൽ കെയറിങ് എല്ലാം കൊടുക്കുന്നത് രണ്ടാമത്തെ ആളിലേക്ക് ഒതുങ്ങുമ്പോൾ ആദ്യത്തെ കുട്ടിക്ക് നമ്മുടെ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, എന്നെ ആരും നോക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തകൾ വരാം. നമ്മൾ പലപ്പോഴും കുട്ടികൾ അടുത്തിരിക്കുമ്പോൾ കുട്ടികളെ ഈ 2 പേരെയും നമ്മൾ ഈക്വലായിട്ട് നോക്കുന്നില്ല അല്ല, പക്ഷെ നമ്മൾ പലപ്പോഴും കുട്ടികളെ ചീത്ത പറയാറുണ്ട് അല്ലെ. കുഞ്ഞിനെ തൊടല്ല, അല്ലെങ്കിൽ കുഞ്ഞിനെ അങ്ങനെ ഇതാക്കല്ല, മറ്റേതാക്കല്ല, പിറ്റേതാക്കല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെ മാറ്റി നിർത്താറുണ്ട്. ആ ഒരു അവസരം ഒഴിവാക്കി പരമാവധി ഇവരെ ഒന്നിച്ചിരുന്ന് കൊണ്ടുപോകാനുള്ള സമയങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതി അല്ലെ, മൊബൈൽ നോക്കി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറയും. അതുകൂടാതെ മൊബൈൽ കൊടുക്കാതെ ഭക്ഷണം നൽകുന്നത്, നമ്മൾ നിർബന്ധിച്ച് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കും അല്ലെ. നമ്മുടെ കുട്ടികൾ നല്ല ഉഷാറായിട്ട് കാണാനാണ് എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത്. ഉഷാർ എന്ന് പറയുന്നത് ആരോഗ്യവും മാനസികവും പരമായിട്ടില്ല നല്ല വളർച്ചയാണ് അല്ലെ ഉഷാർ എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ചയിൽ കാണുന്ന ഉഷാർ മാത്രം മതിയോ? ഇല്ല അല്ലെ. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഈ ഫുഡ് നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കുമ്പോൾ അവരുടെ ശരീരത്തിനെ അത് കൃത്യമായിട്ട് ബാധിക്കണം. നമ്മൾ ഒരിക്കലും കുട്ടികളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കരുത്. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഭക്ഷണം നൽകാം, പക്ഷെ അവർ ആവശ്യപ്പെടുന്ന ഭക്ഷണം ഏതാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ, നേരത്തെ പറഞ്ഞു, തെറ്റുകൾ ചെയ്യുമ്പോൾ അവരെ തല്ലാനോ ചീത്ത പറയാനോ വഴക്ക് പറയാനോ പിച്ചാനോ നുള്ളാനോ ഒന്നും പാടില്ല. നമ്മുടെ കുട്ടികൾക്ക് ഈ ബാലാവകാശ കമ്മീഷന്റെ ഒരു സപ്പോർട്ട് കിട്ടിയതോടുകൂടി കുട്ടികളും കുറച്ച് ആക്റ്റീവാണ് അല്ലെ. നമ്മൾ അങ്ങനെ തെറ്റുകൾ ചെയ്യുമ്പോൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി മാറ്റിയെടുക്കുന്നതിലുപരി നമ്മൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അവർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നല്ല നല്ല ആക്ടിവിറ്റീസിൽ അവരെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി നമ്മളെ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു കൗമാര പ്രായത്തിലേക്ക് എത്തിയ കുട്ടികളെ നമ്മൾ പുറത്ത് കളിക്കാൻ വിടുക, അല്ലെങ്കിൽ പുറത്ത് കുട്ടികളായിട്ട് ഇടപഴകാൻ വിടുക. ഇതൊക്കെ നമ്മൾ മാറ്റി നിർത്താറുണ്ട്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരാൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല വീടുകളിലും കുട്ടികളെ പുറത്ത് കളിക്കാനും പുറത്ത് ആൾക്കാരുമായിട്ട് ഇടപഴകാനും ഒക്കെ നമ്മൾ സമ്മതിക്കാറുണ്ട്. പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പല വീടുകളിൽ നമ്മൾ കാണുന്നതാണ് വീടുകളിൽ ഒതുക്കി കൂട്ടുന്ന അവസ്ഥ. നമ്മളിങ്ങനെ വീടുകളിൽ തളച്ചിടുമ്പം അവർക്ക് ആൾക്കാരുമായിട്ടുള്ള ഒരു സംസാരം, അല്ലെങ്കിൽ ആൾക്കാരുമായിട്ടുള്ള ഇടപഴകൽ, ആൾക്കാരുമായിട്ടുള്ള പരിചയപ്പെടൽ എല്ലാം നമ്മളെ വിവരങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് നഷ്ടപ്പെടുന്നത്. നമ്മളിങ്ങനെ ഒരു 4 ചുവരുകൾക്കുള്ളിൽ കുട്ടികളെ ഒതുക്കിയിടാതെ, ഈ ഒതുക്കിയിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ പറയുന്നത് സ്ത്രീകളാണ് വീട്ടിലെ പണികളൊക്കെ ചെയ്യേണ്ടത്. വീട്ടിലിരിക്കുമ്പോൾ പെൺകുട്ടികളെ അമ്മമാരെ സഹായിക്കണം, അമ്മമാരെ സഹായിച്ചിരിക്കണം എന്ന് പറയുന്നത്. പെൺകുട്ടികൾ മാത്രമല്ല ഒരു അമ്മയെ സഹായിക്കേണ്ടത്, അല്ലെങ്കിൽ അമ്മ മാത്രമല്ല വീട്ടിലെ പണിയെടുക്കേണ്ടത്.
എല്ലാവരും ഈക്വൽ ആണ്. എല്ലാവർക്കും എല്ലാ പണിയും തന്നെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി രക്ഷിതാക്കള് നമുക്ക് ഇപ്പൊ കിച്ചണിലായിക്കോട്ടെ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചെറിയ 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 സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് കാണുമ്പോൾ മക്കളും അത് കണ്ട് പഠിക്കുന്നു. നമ്മുടെ മക്കൾ പഠിച്ചു വളരുന്നത് തന്നെ കുടുംബത്തിൽ നിന്നാണ് പറഞ്ഞത്. നമ്മള് കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ, പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ചില സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അച്ഛനും അമ്മയും തമ്മിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത്, എങ്ങനെയാണോ പെരുമാറുന്നത്, അത് നമ്മുടെ കുട്ടികൾ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യും. കുട്ടികൾ മറ്റുള്ള ആൾക്കാർക്ക് കുട്ടികൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം കുട്ടി കളിക്കുന്നുണ്ടാവും, നമ്മൾ കുട്ടി ഇത് കാണുന്നില്ല അല്ലെങ്കിൽ കുട്ടി ഇത് കേൾക്കുന്നില്ല എന്ന് കേൾക്കും. പക്ഷെ കുട്ടികൾക്ക് ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെ ക്യാച്ച് ചെയ്യാനുള്ള കഴിവ് കുറച്ച് കൂടുതലാണ്. അല്ല, നിങ്ങൾ പറയുന്ന കാര്യം ചിലപ്പോൾ അത് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കുട്ടികൾ ക്യാച്ച് ചെയ്യുന്നത്. ഈ ക്യാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അവര് മറ്റുള്ള ഇടങ്ങളിൽ അത് പ്രദർശിപ്പിക്കും അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കും. അത്തരം അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് കുട്ടിയെ വളരെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത്. അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ കരുതി ഇത് മറ്റുള്ള ആളുകളിൽ നിന്ന് കിട്ടിയതായിരിക്കും. പക്ഷെ ഒരിക്കലും അറിയില്ല, ഒരു കുടുംബത്തിൽ നിന്നാണ് കുട്ടിക്ക് ഓരോ കാര്യങ്ങൾ, ഓരോ വിവരങ്ങൾ, ഓരോ കാര്യങ്ങൾ അറിയാൻ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക കുട്ടികളുടെ മുന്നിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞു നമ്മളെ പെൺകുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കാര്യം. ഇതേപോലെ ഭാര്യയും ഭർത്താവും, അച്ഛനും അമ്മയും ഒരു കുടുംബത്തിൽ, ഒരു അടുക്കളയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഒന്നിച്ചിരുന്ന് പരസ്പരം ഇരുന്ന്, അല്ലെങ്കിൽ ഒരു വീട്ടിനുള്ളിൽ പരസ്പരം ഇരുന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് കുട്ടികൾ കണ്ടുപഠിച്ചു വളരണം. അല്ലെ, അച്ഛനും അമ്മയിൽ നിന്നാണ് കുട്ടികൾ പെരുമാറ്റങ്ങൾ പഠിച്ചു വളരുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണം. നമുക്കിപ്പം സ്വാഭാവികമായിട്ട് കുടുംബത്തിൽ അല്ലറ ചില്ലറ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവാം. ഈ തട്ടലും മുട്ടലും ഉണ്ടാകുന്നത് പരമാവധി കുട്ടികളിൽ നിന്ന് മാറി നിന്ന് വേണം ഇത്തരം എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീടുകളിൽ സംഭവിക്കുമ്പോൾ മാറ്റി വയ്ക്കേണ്ടത്. അവരുടെ മുന്നിൽ വെച്ച് നടക്കുമ്പോൾ അവരെ മാനസികമായിട്ടും ബാധിക്കും. അത് അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന സംഭവങ്ങളും ഉണ്ടാറുണ്ട്. അപ്പൊ നമ്മൾ പരമാവധി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോ പ്രശ്നങ്ങൾ മാത്രമല്ല, ഒരു ഭാര്യ ഭർത്താവ് എന്ന രീതിയിലുള്ള ബന്ധങ്ങളായിക്കോട്ടെ, സംസാരങ്ങളായിക്കോട്ടെ, രീതികളായിക്കോട്ടെ, ഈ കാര്യത്തിൽ നമ്മൾ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ ഒന്നിച്ച് കിടത്തുന്ന കുട്ടികൾ, നമ്മള് മക്കളെ ഒരു 10 വയസ്സിന് ശേഷം പരമാവധി കുട്ടികളെ മാറ്റി കിടത്തണമെന്ന് പറയുന്നു. കുട്ടികൾ ഒന്നിച്ച് കിടത്തുന്ന സമയത്തായിക്കോട്ടെ, നമ്മളൊരു രക്ഷിതാവ് എന്ന നിലയിൽ, ഒരു ഭാര്യ ഭർത്താവ് എന്ന നിലയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികള് നമ്മുടെ കൂടെയാണ് എന്ന് ഓർത്തിട്ട് വേണം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്. അതുപോലെ നമ്മുടെ കുട്ടികളെ എപ്പോഴും നിങ്ങൾ താരതമ്യം ചെയ്യാൻ പാടില്ല. മറ്റു കുട്ടികളുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു, നീ അവനെ കണ്ട് പഠിക്കുക, നീ അവളെ കണ്ട് പഠിക്കുന്നു പറയാറുണ്ട്. എന്തിനാ നമ്മളത് പറയുന്നത്? നമ്മുടെ കുട്ടികൾ നന്നായിട്ട് പഠിച്ചു വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നല്ലേ. നമുക്ക് നേടാൻ പറ്റാത്തത് കുട്ടികളിലൂടെ എങ്കിലും നേടട്ടെ എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ അതങ്ങനെ പറയുന്നത്. പക്ഷെ അത് കുട്ടിക്ക് ചിലപ്പം നമ്മൾ താരതമ്യം ചെയ്യുന്ന വ്യക്തിയോട് ഒരു മാനസിക പരമായിട്ടുള്ള ദേഷ്യം, അല്ലെങ്കിൽ ഒരു പിണക്കം, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു മാറ്റം വരാൻ ചാൻസ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത ആളെ കുറിച്ചായിരിക്കും, നീ അവനെ കണ്ട് പഠിക്കുന്ന അല്ലെങ്കിൽ അവളെ കണ്ട് പഠിക്കുന്ന, നമ്മൾ ഏറ്റവും അടുത്ത ആളെ ആയിരിക്കും നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എല്ലാ കുട്ടികൾക്കും ഒരേ കഴിവുണ്ടെന്ന് പറയാൻ പറ്റില്ല. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യുന്ന സമയത്ത്, താരതമ്യം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, താരതമ്യം ചെയ്യാൻ പാടില്ല. അല്ലെ, നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും അത്രത്തോളം പഠിക്കട്ടെ. നമുക്ക് എത്രത്തോളം അവരെ പഠിപ്പിക്കാൻ പറ്റും, നമ്മളെ കഴിവ് അവരിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും, അതും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പരമാവധി കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും, ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ള സമയം, പഠിക്കുന്ന കുട്ടികൾ മിക്കവാറും പഠിക്കുന്നത് വീട്ടിൽ വന്ന് ഹോംവർക്ക് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ എക്സാം സമയത്ത് പഠിക്കുന്നതായിക്കോട്ടെ, നിങ്ങൾ കുറച്ചു നേരം, അച്ഛനമ്മമാർ കുറച്ചു നേരം മക്കളുടെ അടുത്ത് ഇരുന്നാൽ മതി, അല്ലെങ്കിൽ അവരൊരു സപ്പോർട്ടായിട്ട് നിന്നാൽ മതി. നിങ്ങൾക്ക് ഒരു പക്ഷെ അവർ പഠിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ തിരുത്തി കൊടുക്കാനോ ഒരു കഴിവ് ഉണ്ടാവോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പക്ഷെ അവരടുത്തിരുന്ന് അവർക്കൊരു ധൈര്യം പകർന്നു കൊടുത്താൽ അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ, അല്ലെങ്കിൽ അവര് മറ്റുള്ള കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുന്നതിനേക്കാൾ കൂടുതൽ വായിക്കാൻ വേണ്ടി. കാരണം കൂടെ എന്റെ അമ്മയുണ്ട്, അല്ലെങ്കിൽ കൂടെ എന്റെ അച്ഛനുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്ന ധൈര്യം കുട്ടികൾ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും പഠിച്ചു തുടങ്ങും. അതുപോലെ തന്നെ ഈ സ്നേഹപ്രകടനങ്ങൾ, മറ്റുള്ള ആൾക്കാരിൽ മുന്നിൽ വെച്ച് ഭയങ്കര ഓവർ കെയറിങ്, ഓവർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു വിമ്മിഷ്ടം. കാരണം നമ്മൾ ട്രെൻഡിനൊപ്പം പോകുന്ന ആൾക്കാരാണെന്ന് പറയുന്നത്.
ഇപ്പം സൗഹൃദങ്ങളുടെ കാര്യമായി എടുത്തോട്ടെ. സൗഹൃദങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾ ഇപ്പൊ സ്ത്രീയും പുരുഷന് ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഈക്വൽ ആണെന്ന് പറയുന്നു. ഇപ്പൊ നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന നിലയിലായിരുന്നു കുട്ടികൾ ഫ്രണ്ട്സിന് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പൊ ആ ഒരു ഇത് ട്രെൻഡിനൊപ്പം പോകുന്നു പറയുന്ന അതിൽ ഫ്രണ്ടും ബെസ്റ്റ് ഫ്രണ്ടും മാറി ഇപ്പൊ ബെസ്റ്റിയിലോട്ട് എത്തി. ബെസ്റ്റി എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ ആയിരിക്കും നമ്മൾ ബെസ്റ്റി എന്ന് വിളിക്കുന്നത്. നമ്മുടെ ബെസ്റ്റി എപ്പോഴും നമ്മുടെ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളായിരിക്കണം നമ്മുടെ ബെസ്റ്റി. അതുപോലെ തിരിച്ചു മക്കൾക്കും അതേ സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ മെല്ലെ മെല്ലെ മക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവരുടെ കൂടെ അവരുടെ ട്രെൻഡിനൊപ്പം ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവർ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് മാറും. നമ്മൾ അത്തരം കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ കുട്ടികൾ ഒറ്റയ്ക്കിരിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക, നമ്മൾ നോർമലായിട്ട് സ്ഥിരമായിട്ട് കണ്ടിരുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു രീതി ആയിരിക്കും. ഒരു ദിവസം കുട്ടിയുടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് കൃത്യമായിട്ട് ഇരുന്ന് അവരോട് സംസാരിക്കുക. അല്ലെങ്കിൽ അവരോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഒന്നും അറിയാൻ പറ്റുന്നില്ല ഉണ്ടെങ്കിൽ അതിന് ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കാരണം ഒരു കുട്ടിക്ക് നമുക്കറിയാം, നമ്മൾ സ്ഥിരമായിട്ടൊരു കുട്ടിയെ കാണുമ്പോൾ കുട്ടിക്ക് ഉണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കുട്ടികളെ വാച്ച് ചെയ്യണം. നമ്മള് വീട്ടിൽ നിന്ന് കുട്ടി ഇറങ്ങി സ്കൂളിലോട്ട് പോകുന്നു. രാവിലെ സ്കൂളിലോട്ട് പോയി വൈകുന്നേരമാണ് കുട്ടി പിന്നെ വീട്ടിലോട്ട് എത്തുന്നത്. പിന്നെ നമ്മൾ ആ ഒരു 10 മണി മുതൽ 4 മണി വരെ നമ്മൾ കുട്ടികളോടൊപ്പം ഇല്ല. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന രക്ഷിതാക്കള് രാവിലെ 10 മണിക്ക് പോയി 5 മണിക്ക് തിരിച്ചെത്തുന്നു. ഇത്രയും സമയത്തിന്റെ ആ ഗ്യാപ്പിനിടയിൽ നമ്മൾ മക്കളോടൊപ്പം ഇല്ല. പിന്നെ നമ്മൾ വീട്ടിലെത്തി തിരിച്ചെത്തി നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മള് മക്കളോടൊപ്പം ഇരിക്കാൻ തുടങ്ങുന്നത് അല്ലെ. ആ ഇരിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി സോഷ്യൽ മീഡിയയിലേക്ക് എത്തിച്ചു വരുന്നത്. നമ്മള് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം മകനെ അല്ലെങ്കിൽ മകളെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് ഇരുന്നിട്ട് വിശേഷങ്ങൾ ചോദിക്കുക. ഈ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചതിന് ശേഷം നിങ്ങൾ മറ്റുള്ള ആക്ടിവിറ്റീസിലേക്ക് പരമാവധി എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞ് നമ്മുടെ എല്ലാം കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാനുള്ള സമയങ്ങൾ ഇല്ലാതാക്കരുത് ഒരിക്കലും. നമ്മൾ ആദ്യം കുട്ടികൾക്ക് ഇപ്പൊ സ്കൂളിലേക്ക് പോകുന്ന സമയമൊക്കെ നമ്മളല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയമായിക്കോട്ടെ, ഒന്നും മക്കളെ കെട്ടിപ്പിടിച്ച് ഞാൻ അമ്മ പോവാണ് അല്ലെങ്കിൽ അച്ഛൻ പോവാണ്, എന്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് അവരോട് ചോദിക്കാം. മോൻ എന്ത് വേണം അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണം എന്നല്ല, നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ. കുട്ടികൾ ചിലപ്പം വിലയേറിയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വിലപ്പെട്ട ആഗ്രഹങ്ങളൊക്കെ പറയാറുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുമ്പോൾ ചില സമയങ്ങളിൽ സാധിച്ചു കൊടുക്കാത്ത ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ കുട്ടികൾ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളും നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ സാധിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ അവർക്ക് ഉപകാരപ്പെട്ടതാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം വാശി പിടിച്ച് വാങ്ങുന്ന ആവശ്യങ്ങൾ പരമാവധി മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുട്ടികളെ അവരുടെ ശാരീരിക മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ തന്നെ ബോധവാന്മാരാക്കുക. നമ്മുടെ നേരത്തെ ഞാനൊരു പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ കുട്ടികൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ ഒരു ഗുഡ് ടച്ച് ബാഡ് ടച്ച്. ഈ കാര്യങ്ങളെ പറ്റി രക്ഷിതാക്കൾ തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ആർത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ രക്ഷിതാക്കൾ തന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ കുട്ടികൾ പഠിച്ചു വളരണം. നമ്മുടെ സ്കൂളിലെത്തിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ഒരു അറിവില്ലാത്തൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ വെച്ചാൽ നമ്മുടെ പോക്സോ കേസുകളൊക്കെയാണ് പ്രശ്നങ്ങൾ. ആർത്തവം എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവികമായിട്ട് ശരീരത്തിന് ഉണ്ടാകുന്ന കാര്യമാണ്. അതെന്തെങ്കിലും പ്രശ്നങ്ങളിൽ എത്തിച്ചേരുന്ന സമയത്ത് നമുക്ക് അതെവിടെ പരിഹരിക്കാൻ പറ്റും എന്ന് കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നമ്മളിത് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പോക്സോയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ നമ്മുടെ സമ്മതമില്ലാതെ ആര്, നമ്മുടെ അടുത്ത ബന്ധുക്കളായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും സ്പർശിക്കുകയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഫോട്ടോസോ വീഡിയോസോ കാണിക്കുകയോ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കുട്ടികൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾ വീട്ടിൽ വന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ
രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കണം. പലപ്പോഴും കുട്ടികൾ ഇത് പറയാതെ പോകുമ്പോൾ അത് ആലോചിച്ച് കുട്ടികൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരാറുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ നമ്മുടെ പഠനം പൂർത്തിയാക്കുന്ന രീതി. ഇപ്പൊ നമുക്ക് നേടാൻ പറ്റാത്തത് മക്കളിലൂടെ നേടണം എന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളാണ് ഒട്ടുമിക്ക രക്ഷിതാക്കളും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കുട്ടികളിലൂടെ നേടണം എന്ന് പറഞ്ഞ് കുട്ടികളെ നിർബന്ധിച്ച്, അല്ലെങ്കിൽ കുട്ടികളിലെ നമ്മളെ നീ അത് ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധിക്കുന്നത് കുട്ടികൾക്ക് മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ കുട്ടികളിൽ നിന്ന് അറിഞ്ഞെടുക്കേണ്ട കാര്യം, അതായത് കുട്ടികൾക്ക് എന്ത് ജോലി അല്ലെങ്കിൽ എവിടെ ഏത് കാര്യങ്ങൾ പഠിക്കണം, ഏത് കോഴ്സ് പഠിക്കണം എന്നുള്ള കാര്യങ്ങള് നമ്മൾ കുട്ടികളിൽ നിന്ന് കണ്ടെത്തണം. അതിനനുസരിച്ചുള്ള അവസരങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കണം. അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഒട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമുക്കറിയാം ഇപ്പം നിരവധി ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളും കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കിപ്പോ ഒരു വിഷയത്തെ പറ്റി അറിയാനാണെങ്കിൽ പോലും നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ വിവരങ്ങൾ കിട്ടും. അപ്പൊ നമ്മൾ കുട്ടികളിൽ നിന്ന് കണ്ടെത്തി അതിനനുസരിച്ച് നമ്മൾ നിന്ന് കൊടുത്താൽ കുട്ടികൾ കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കും, കുട്ടികൾ കുറച്ചും കൂടി എൻഗേജ്ഡ് ആയിരിക്കും. അത് നമ്മൾ പരമാവധി ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. പാരന്റ്സ് എത്രത്തോളം നമ്മളെ കുട്ടികളെ കെയർ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കുട്ടികളുടെ വളർച്ച കൂടി ഉണ്ടാകും. നമ്മുടെ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാവണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ കുട്ടികളും ആ ഇമ്പത്തോടൊപ്പം വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല മാം. ഹലോ, സംശയമൊന്നുമില്ല മാം. ഓക്കെ. നമ്മുടെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. നമ്മുടെ കുട്ടികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ സഹകരണം, നമ്മുടെ 24 മണിക്കൂർ സേവനം നൽകുന്ന ചൈൽഡ് ലൈൻ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 1098 1098 എന്ന നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരും. ഇപ്പൊ കൗൺസിലിംഗ് ആയിക്കോട്ടെ, സൈക്കോളജി, നിയമസഹായം ആയിക്കോട്ടെ, സഹായം ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചൈൽഡ് ലൈൻ മുഖേന നടത്തി വരുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ 1098 വിളിച്ച് നിങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്നതായിരിക്കും. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നല്ലേ? സംശയങ്ങളൊന്നുമില്ല മാം. മാം പറഞ്ഞത് 100% ശരിയാണ്. ഇല്ലില്ല, ഇപ്പൊ വന്നിട്ടില്ല. ഹലോ ഹലോ, പറഞ്ഞു. കഴിഞ്ഞോ ക്ലാസ്? എന്താ ഷെമിയുടെ ആരാ താങ്ക്സ് പറയുന്നത്? ഇനി ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായാലും മാമിനോട് ചോദിച്ചോളൂ, എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ. ഇല്ലായിരിക്കും. നിമിഷ മാം, ആരാണ് താങ്ക്സ് പറയുന്നത്? അഷ്റഫാണ്, അഷ്റഫ്. അപ്പൊ താങ്ക്സ് പറഞ്ഞോളൂ. കഴിഞ്ഞോ? സമയായോ? 7:55 ആയില്ലേ? നിമിഷ മാം ഉണ്ടല്ലോ. എന്നാ പിന്നെ എന്നാ ഓട്ടോ താങ്ക്സിലേക്ക് പോലെ. ഓക്കെ. നിറയെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം. അതില് ഒരു 90% നമ്മളെ ചുറ്റി നടക്കുന്ന പല കാര്യങ്ങളാണ് മാം പറഞ്ഞിരിക്കുന്നത്.
നമ്മുടെ വീടുകളിലും പുറമേ എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങൾ മറന്നു പോയിരുന്നത് പിന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് മാം. മാം ഞങ്ങൾ പറയുന്നത് താങ്ക്സ് പറയാൻ. ഓക്കെ. പ്രിയപ്പെട്ട ലൈവ് ടു സ്മൈലിലെ ഒഫീഷ്യൽസ്, ഇന്നത്തെ നമ്മുടെ ലൈവ് ടു സ്മൈൽ സൺഡേ സ്പെഷ്യലെ 205-ാം അവയർനെസ് ക്ലാസിന്റെ അതിഥിയായി നമ്മളോടൊപ്പം ചേർന്ന പ്രിയപ്പെട്ട മിസ്സിസ് രഞ്ജിത്ത് സൈക്കോ സോഷ്യൽ സ്കൂൾ ഗവൺമെന്റ് GSS ഉദുമ കൗൺസിലറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം അർപ്പിച്ച ബാച്ച് 15 കൊമേഴ്സിന്റെ ലീഡർ കൂടിയായ ഷമീമ കടക്കൽ, പിന്നെ ഈ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കോർഡിനേറ്റർ നിമിഷ മാം, മറ്റ് കോർഡിനേറ്റേഴ്സ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹപാഠികൾ, നമസ്കാരം, ഗുഡ് ഈവനിങ്. കാലിക പ്രാധാന്യമുള്ള ഇന്നത്തെ നമ്മുടെ വർത്തമാന കാലത്തിൽ നമ്മുടെ മക്കളും കുടുംബവും എന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആധുനിക കാലഘട്ടത്തിൽ മക്കള് നമ്മുടെ സംസ്കാരങ്ങൾ മാറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പണ്ട് ഇതില് ഈ ലൈവ് ടു സ്മൈലിൽ ഇപ്പോൾ ഈ പഠിക്കുന്നവര് വ്യത്യസ്ത പ്രായങ്ങളിൽ ഉള്ളവരാണ്. അപ്പൊ മുന്ന് പഠിച്ചിരുന്ന ആളുകളെല്ലാം നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് സാഹിത്യ സമാജമായിരുന്നുവെങ്കിൽ ഇന്നിപ്പോ സ്കൂളുകളിലും അതുപോലെ തന്നെ സ്കൂളുകൾക്ക് വെളിയിലാണെങ്കിലും നിരവധി അവയർനെസ് ക്ലാസ്സുകളുടെ ഒരു കാലഘട്ടമാണ്. കാരണം ഇപ്പൊ വളർന്നു വരുന്ന തലമുറയുടെ ഒരു പോക്ക് അതുപോലെയുള്ള അവയർനെസ്സുകളും ഉത്ബോധനങ്ങളും വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ദി പേരന്റ് ഡെസേർവ് എന്ന അർഹിക്കുന്ന ഒരു രക്ഷകർത്താവ് എന്ന വിഷയത്തെക്കുറിച്ച് അതിൻ്റെതായ എല്ലാ അർത്ഥവത്ത രീതിയിൽ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള സഹപാഠികൾക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മളോട് സംവദിച്ച മിസ് രഞ്ജിഷ മാമിനെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിലും മാമിന്റെ എല്ലാ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന ലൈഫ് ടു സ്മൈലിന്റെ ഒഫീഷ്യൽസിനെ ആദ്യമായി ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റായി എത്തിയ മാമിനും ലൈവ് ടു സ്മൈൽ ബാച്ച് 15-ന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോർഡിനേറ്റർ നിമിഷ മാം, മറ്റ് കോർഡിനേറ്റേഴ്സ്, അതുപോലെ തന്നെ ഈ ബാച്ച് 15-ന്റെ ഈ മാസത്തെ സ്കൂൾ ലീഡർ ഷമീമ, മറ്റ് ബാച്ചുകളുടെ ഏതെങ്കിലും ലീഡർമാർ ഇതിനകത്തുണ്ടെങ്കിൽ അവര്, അതുപോലെ തന്നെ സഹപാഠികള്, മറ്റ് പേരൻസ് ആരെങ്കിലൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു രഞ്ജിഷ.